ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സദ്ദനാഭിഷേകത്തിൻ്റെ ദൈവ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയത്തെ അധരങ്ങളെയും കർത്താവായ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു. ഈ സുവിശേഷം നൽകുന്ന ഒരു അഭിഷേക വിശ്വാസമുണ്ട്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് അഭിഷേക വിശ്വാസത്തെക്കുറിച്ചാണ്. അഭിഷേകം ഇൻസ്റ്റോളായിട്ട് നമുക്ക് ലഭിക്കും. അത് കർത്താവിൻ്റെ ഒരു അധികാരം പോലെയാണ്. 2 കൊരിന്ത്യർ 4:13 തിരുവചനങ്ങളിലാണ് ഞാൻ വിശ്വസിച്ചു, അതിനെ ഞാൻ സംസാരിച്ചു. അർത്ഥം എന്താ? ഞാൻ വിശ്വസിച്ചു, അതിനെ ഞാൻ പ്രാർത്ഥിച്ചു. സംസാരിക്കാൻ ദൈവത്തോടാകാം. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ പ്രാർത്ഥിച്ചു. 2 കൊരിന്ത്യർ 13:12 സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോഴേ എന്നേക്കും നിലനിൽക്കുന്നു, ഇതിൽ സർവോത്കൃഷ്ട സ്നേഹമാണെന്ന് പറയുമ്പോൾ സർവോത്കൃഷ്ട സ്നേഹമാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസത്തേക്കാൾ വലുതാണ് സ്നേഹമെന്ന്. എൻ്റെ ദൈവത്തിലെ ഞാനും നീയും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് ദൈവസ്നേഹത്തിലാണ്. ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം സഹോദരങ്ങളെ. അതിന് നിരന്തരമായ ഒരു പരിശ്രമം നമുക്ക് ദൈവസ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഒരിക്കലും ഞാനൊരു അമ്മച്ചിയെ കണ്ടുമുട്ടേ. ഞാനൊരിക്കൽ വാടക്കൽ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ ഇടവകയിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഗ്രേസി ദേവസി, അത് അമ്മച്ചിയുടെ പേരതാ. ഞാൻ പറയാൻ കാരണം, അവിടെ ഒരു കുരിശടി ഉണ്ടായിരുന്നു കടപ്പുറത്ത്, കടലൂരത്ത്. ആ കുരിശടി ലതീഞ്ഞ നടത്താൻ വേണ്ടി പോയതാണ്. അപ്പോൾ ലതീഞ്ഞ നടത്തി കഴിഞ്ഞ് ഞാൻ ദേവാലയത്തിന് പുറത്തു വന്നപ്പോൾ 2 ചേച്ചിമാർ വന്ന് പറഞ്ഞ്, അച്ഛൻ്റെ അമ്മ കിടപ്പിലായ വിവരം അച്ഛൻ അറിഞ്ഞ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ അവർ വളരെ വാത്സല്യത്തോടെ പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അവർക്കൊരു വിഷമം ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ വളരെ പാകതയോടെ ആരാണ്, അമ്മച്ചിക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മച്ചി തളർന്നു പോയച്ചാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വരണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ അവരുടെ കൂടെ പോയി. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. വിഷമം തോന്നി വെച്ച് കഴിഞ്ഞാൽ അമ്മയെ പ്രഷറടിച്ച് വീണിട്ട് 13 ദിവസമായി. ആ 13 ദിവസത്തെ മൂത്രത്തിനൊരു നാളി, ശ്വസിക്കാൻ വേറെ നാളി, മുഴുവനും കട്ടിലെ വയറാണ്. ഇവർക്കാണെങ്കിൽ മരവിച്ച് ബോധമില്ല, പല്ല് കിടിമ്പിട്ട് കിടക്കുക. അങ്ങനെ കുറേ ദിവസം. അപ്പോൾ ഡോക്ടർ കൈയൊഴിഞ്ഞ് വിട്ടിരിക്കുക. ഡോക്ടർ അപ്പോൾ അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. വയസ്സ് 72 മറ്റോ ഉണ്ട്. തന്നെയല്ല ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാൻ അതിനുള്ള കഴിവും അവർക്കില്ല. എല്ലാം കൊണ്ടും ഒരു വേദനപ്പിടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാമോ? അവർ 2 മരുമക്കളായിരുന്നു. അമ്മച്ചിയെ മരുമക്കളായിരുന്നു കാണാൻ വന്നത്. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചിയെ വളരെ ഭംഗിയായി വൃത്തിയായി ഉള്ള കഴിവ് വെച്ച് വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ് കഴുകി ചൂടുവെള്ളത്തിൽ ഒപ്പി, അങ്ങനെയൊക്കെ ഈ കാലങ്ങളിലൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കുടുംബങ്ങളിൽ പോലും അമ്മമാർക്ക് അത്രയും ഒരു പരിഗണന കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കിട്ടുന്ന വീടുകളുണ്ടാകാം. ഞാൻ പലപ്പോഴും വെഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ പ്രായമായുള്ള അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. കാര്യം വലിയ ഉദ്യോഗസ്ഥന്മാരും മക്കളൊക്കെയാണ് കൂടെ ഉള്ളതെങ്കിലും പക്ഷേ അമ്മമാരുടെ അവസാന കാലങ്ങളൊക്കെ ചില വീടുകളിലൊക്കെ ഭയങ്കര ദുരന്തമാണ്. എന്തു ചെയ്യും? അമ്മയാണെങ്കിൽ ബോധമില്ല, ഓർമ്മയില്ല, പല്ല് കിട്ടുമ്പോൾ കിടക്കുകയാണ്. അപ്പോഴെനിക്ക് ഒരു സങ്കടം വന്നതെന്ന് വെച്ചാലേ,
എൻ്റെ കുർബാനയ്ക്ക് വരണ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ കുർബാന ചൊല്ലി കഴിഞ്ഞിട്ട് നന്ദി പ്രാർത്ഥന എല്ലാം വേണ്ടി അൾത്താരയുടെ വാതിക്കൽ മുമ്പിലൊരു കസേരയിട്ടിട്ടുണ്ട്. അവിടെ ഒരു തൂണും നിപ്പുണ്ട്. അതിൻ്റെ അരികിൽ കസേരയിട്ട് ഞാൻ അവിടെ ഇരുന്നാണ് നന്ദി പ്രാർത്ഥന ചെയ്യണത്. അപ്പോൾ അമ്മച്ചി ആ തൂണെ പിടിച്ചാണ് എപ്പോഴും നിൽക്കണത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പള്ളിയാണെങ്കിൽ പ്രായമായ മനുഷ്യരല്ലേ, എന്നോട് കുശലമൊക്കെ ചോദിക്കും. ഞാൻ അങ്ങോട്ട് പറയും. ഇപ്പം ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു ആത്മബന്ധത്തിനെ പറ്റി ഞാൻ മകനാണെന്നാണ് അമ്മച്ചി വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനുണ്ട്, അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കണമില്ല. ഞാൻ അങ്ങനെ തന്നെ രീതിയിലാണ് അവിടെ നിന്ന് അമ്മച്ചിയുടെ കൂടെ ആ മക്കളോട് പെരുമാറുകയും ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അമ്മച്ചി എപ്പോഴും കുർബാന ഈശോനെ സ്വീകരിക്കുന്ന ആളല്ലേ, നമുക്ക് ഈശോനെ കൊടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ സങ്കോചമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ബോധമില്ലല്ലോ, ഓർമ്മയില്ലല്ലോ, അപ്പോൾ കുർബാന കൊടുക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത, അത് ഞാൻ പറഞ്ഞത്, വിശ്വാസം യുക്തിയേക്കാൾ വലുതാ. വിശ്വാസത്തിൻ്റെ പവറെന്ന് പറയണത് ദൈവസ്നേഹമാണ്. അപ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർത്ത്, ഈശോനെ ഈ അവസാനം ഈ വീഴണ വരെയുള്ള കാലങ്ങളിൽ ഈശോൻ്റെ കൂടെ നിന്ന ആളല്ലേ. അവിടെ വീട്ടിൽ നിന്ന് പള്ളി വരണമെന്നുണ്ടെങ്കിൽ 2.5 കിലോമീറ്റർ ഉണ്ട്. ഈ 72 വയസ്സുള്ള ആൾ നിരങ്ങി പിടിച്ചാലും ശരി, ഓരോരോ തെങ്ങിന് പിടിച്ചു നിന്നാലും ശരി, പള്ളിയിലെത്തും. അപ്പം അത് തടിയ ജീവനുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആൾക്കാരെ വരുന്ന ആളാണ്. അപ്പോൾ ഈ ആൾ കർത്താവിനെ സ്വീകരിക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പണി ചെയ്യും. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ ഇപ്പോൾ ഈശോനെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോനെ എടുത്താൽ നമുക്കറിയാം കൊടുക്കാൻ അങ്ങനെ പാടില്ലാത്തതാണ്. ഓർമ്മയില്ല ആളിന് അവനെ പല്ലും കിടിപ്പിടി കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ ഈശോയോട് ഇത്രയും ബന്ധമുള്ള ആളല്ലേ, അപ്പോൾ ഇയാളിന് ഓർമ്മയില്ലെങ്കിൽ ഈശോയ്ക്ക് ഓർമ്മ ഉണ്ടാകില്ല. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണേ. എന്താ കാര്യം വെച്ചാൽ പുതുതായിട്ട് ചിന്തിച്ചതല്ല, കുഞ്ഞുനാൾ മുതൽ ദൈവമായിട്ട് ജീവിച്ച് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ച് പോകും. കാര്യം ഈശോയ്ക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ നിൻ്റെ ആളാണ്, നിന്നെ തിരക്കി വന്നുകൊണ്ടിരുന്ന ആളാണ്. അയാൾ യാത്രാപ്രശ്നം ഇല്ലാതെ പോണത് ശരിയല്ല. ഞാൻ അവർക്ക് നിന്നെ കൊടുക്കാൻ പോകുകയാണ്. ഞാൻ പോയി മഠത്തിൽ നിന്ന് ഈശോനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം എനിക്കറിയാൻ സീരിയസ്നെസ്, കാര്യം കർത്താവിനെ സ്വീകരിക്കാൻ, ഓർമ്മയോടെ സ്വീകരിക്കാൻ പറ്റണില്ല ആളിനെ. പിന്നെ എന്ത് ചെയ്ത്, ഞാൻ നഖത്തോളം ഒരു ഈശോനെ എടുത്തിട്ട് അവിടെ ഇരുന്ന് ചൂടുവെള്ളം എടുത്ത് അതിനെ തണുപ്പിച്ച് ഞാൻ ഈശോനെ അതിലലിയിപ്പിച്ച്, എന്നിട്ട് കയ്യിൽ കൊണ്ട് പ്രാർത്ഥന, സഭയുടെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയതിന് ശേഷം കയ്യിൽ കൊണ്ട് അവരുടെ വായ് തിക്കിപ്പിടിച്ച് ഞാൻ തന്നെ ഈശോ വെള്ളം അലിയിപ്പിച്ച ഈശോ വെള്ളം ഒഴിച്ച്, ഈശോ നീ സൗഖ്യവാ, നീ ശക്തിയാ, നീ സ്നേഹവാ, ഈ മകളുടെ അന്ത്യയാത്രയിൽ നിൻ്റെ സാന്നിധ്യം ഞാനിവൾക്ക് നൽകിയിട്ട് നിൻ്റെ നാമത്തിൽ. എൻ്റെ മക്കളെ, നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം സത്യത്തെക്കാൾ വലിയ സത്യമാണ്. കാര്യം ഞാൻ വിചാരിച്ചത് അവർക്ക് അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്. അവർ ഈശോനെ കിട്ടി അവസാനം പോകണമെന്നൊരാഗ്രഹമാണ്. പിന്നെ സൗഖ്യപ്പെടുത്തുകയാണെങ്കിൽ അത് കർത്താവിൻ്റെ കാരുണ്യമാണ്. എൻ്റെ ദൈവമേ, എല്ലാ സ്ഥലത്തും വയറ്റിൽ മൂത്രമൊഴിക്കാൻ നാളി പല്ല് കിടിപിടി കിടക്കണം, ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് ആ കിടപ്പ് കിടന്നിങ്ങനെ നമുക്കറിയാമല്ലേ, വിറക് ഉള്ളി കിടക്കണ പോലെ കിടക്കുന്ന ആളാണ്. ഒരാഴ്ച കഴിഞ്ഞ് കാണുമായിരിക്കും. ഞാൻ പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മച്ചി വന്ന് പഴയതുപോലെ തൂണെ പിടിച്ചിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു സംഭവമാണത്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈശോ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ ദൈവമഹത്വം കാണുമെന്ന് മാർത്തായോട് പറഞ്ഞില്ലേ. വിശ്വാസത്തിന് അങ്ങനെ ഒരു വലിയൊരു ഗുണമുണ്ട്. വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവമഹത്വം കാണും. കാര്യം വിശ്വസിക്കുന്ന മക്കളെ വെറുതെ വിശ്വസിക്കാമെങ്കിൽ ബുദ്ധിപരമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വാസം സ്നേഹത്തിൻ്റെ ഒരു അനുസരണമാണ്, സ്നേഹത്തിൽ നിറഞ്ഞ വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മകളെ കല്യാണമായാലും നമ്മുടെ മക്കൾക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതായാലും, ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം എന്താ, വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു മകളാണ്. 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. സാധാരണഗതി 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലെങ്കിൽ തന്നെ
പിന്നെ ഉണ്ടാകാൻ വലിയ പാടാണ്, വലിയ ടെക്നിക്കലായിട്ടുള്ള വലിയ സങ്കീർണമായ സാങ്കേതിക ചികിത്സയൊക്കെ എടുക്കേണ്ടി വരും. അത് നടന്നിട്ട് 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു മകളാണ്. 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത മകൾക്ക് ഉടമ്പടി എടുത്തപ്പോഴേ, അതായത് അമ്മ മാതാവിൻ്റെ പേരിൽ മധ്യസ്ഥയിൽ കർത്താവിൻ്റെ നാമത്തിൽ വലിയ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ, അതിലൊരു വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞപ്പോൾ, ആ ഉടമ്പടി എടുത്ത അതേ മാസം തന്നെ അവൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുക്കുകയാണ്. ഇത് വിശ്വാസമാണ്. എങ്ങനെ വിശ്വാസമാണ്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. കർത്താവ് പറഞ്ഞില്ലേ, ഈ കല്ലിൽ നിന്ന് ഇബ്രാഹത്തിന് സന്ധികൾ ധരിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളും പ്രതീക്ഷകളും പ്രത്യാശകളും ഏത് കരിങ്കല്ല് പോലെ ഇരുന്നാലും ഈ കല്ലിൽ നിന്ന് കർത്താവിന് നിനക്ക് ജീവിതം തരാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഈ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് കർത്താവെ, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞില്ലേ ഈശോയെ? ആ സ്നേഹത്തിൽ കലർന്ന സ്നേഹത്താൽ പ്രവർത്തനമായ വിശ്വാസം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഓരോരുത്തർക്കും നൽകണമേ. എൻ്റെ പേര് റിൻസി സജി. ഞാൻ ആലപ്പുഴ പൂങ്കാവിൽ നിന്ന് വരുന്നു. വിവാഹം കഴിഞ്ഞ 6 വർഷത്തിന് ശേഷവും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 2016 ഒക്ടോബറിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടൻ തന്നെ ഞാൻ ഗർഭിണിയാവുകയും ആദ്യത്തെ സ്കാനിങ്ങിൽ കുഞ്ഞ് ട്യൂബിലാണെന്നാണ് തെളിഞ്ഞത്. ഞങ്ങൾ വളരെയേറെ നിരാശയോടെ ജോസഫ് അച്ഛനെ കൃപാസനത്തിൽ വന്ന് കണ്ടു. അച്ഛൻ വയറ്റിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് ട്യൂബിലല്ല ഉള്ളത്, ഗർഭപാത്രത്തിൽ തന്നെയാണെന്ന്. അന്നേ ദിവസം തന്നെ ഞങ്ങൾ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ കുഞ്ഞ് ട്യൂബിലല്ല ഗർഭപാത്രത്തിലാണെന്ന് സ്കാനിങ്ങിൽ തെളിഞ്ഞു. അതിനുശേഷം ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയുടെ നർമ്മരകൾ അർപ്പിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അമ്മ വിശ്വാസം എന്നൊരു വിശ്വാസമുണ്ട്. അതാണ് നമ്മളിപ്പോൾ കേട്ട സാക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഞാൻ കേട്ടത് 15 പ്രാവശ്യം IELTS എഴുതി. 15 പ്രാവശ്യം IELTS എഴുതിയിട്ട് തോറ്റു. എല്ലാ മൊഡ്യൂൾസും തോറ്റുള്ളവർ 2 മൊഡ്യൂൾസ് വെക്കും, 3 മൊഡ്യൂൾസ് വെക്കും. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ, അമ്മയെ അത് ഏൽപ്പിക്കുമ്പോൾ, അമ്മ അത് അധികാരത്തിൽ സമയം ഫിക്സ് ചെയ്തിട്ട് 16ാമത്തേന് ജയിക്കുന്നത് എങ്ങനെയാണ്? അതാണ് അമ്മ അധികാരം എന്ന് പറയുന്നത്. വിശ്വാസം ഒരു അധികാരമാണ്. വിശ്വസിക്കുന്ന കൂടെ ഈ അധികാരം ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്ന കൂടെ അങ്ങനെയല്ലേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ കൂടെ ഈ അധികാരം ഉണ്ടായിരിക്കുന്ന കൂടെ എന്താണ്? അടയാളം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ്. അടയാളം ഒന്ന് അത്ഭുതമാണെങ്കിൽ അത്ഭുതത്തിൻ്റെ ആധാരം അധികാരമാണ്. വിശ്വാസം അധികാരമാണ്. ദൈവവേദനയിലെ അധികാരമുള്ള വിശ്വാസം. അധികാരമുള്ള വിശ്വാസത്താൽ ഈശോ പറഞ്ഞു, ശാന്തമാവട്ടെ എന്ന്. ശാന്തമായി. എൻ്റെ ദൈവവേദനയിലെ എന്നെ കേൾക്കുന്ന അനേകം മക്കൾ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കാറ്റും കോളുകളും ഇപ്പോൾ കർത്താവ് ശാന്തമാക്കും. കർത്താവെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അനേക ആയിരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടം കയറി മുടിഞ്ഞവരുണ്ട് ഈശോയെ, കിഡ്നി രോഗികളുണ്ട് കർത്താവെ, തൈറോയ്ഡ് രോഗികളുണ്ട് കർത്താവെ, കരൾ രോഗികളുണ്ട് ഈശോയെ, മക്കളില്ലാത്തതുണ്ട് ഈശോയെ, ഗർഭപാത്രത്തിൽ കർത്താവ് തകരാറുകളുള്ളവരുണ്ട് ഈശോയെ. അനേകം മക്കൾ കണ്ണുനീരോടെ അവരുടെ ജലപ്രളയമാണ് കർത്താവ് അവരുടെ ജീവിതത്തിലെ. കർത്താവ് അവരുടെ കണ്ണുനീരിൻ്റെ പ്രളയത്തിൽ ജീവിക്കണം ഈശോയെ. അവരുടെ ആശയെല്ലാം പോയി, പ്രാർത്ഥിക്കാനുള്ള കഴിവും പോയി, പ്രാർത്ഥിക്കാനുള്ള പ്രത്യാശയും പോയി. കർത്താവെ, എല്ലാം തകർന്നവരുടെ മേൽ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ശക്തി, അങ്ങയുടെ വിശ്വാസ ശക്തി, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തി, അങ്ങയുടെ കരുതലിൻ്റെ ശക്തി ഈ നിമിഷം എന്നെ ശ്രമിക്കുന്ന നാനാജാതി മതസ്ഥരെ, നാനാഭൂഖണ്ഡങ്ങളിലിരിക്കുന്നവരുടെ കർത്താവിന് ശക്തി കണ്ടേ. യേശുവേ സ്തോത്രം. കർത്താവെ, ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഈശോയെ, കരരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടം കയറി മുടിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ അന്തര കാഴ്ച നൽകുവനെ, ചെവികളെ കെടി നൽകുവനെ, ഇപ്പോൾ കാതുകളെ സ്പർശിക്കണമേ, ഇപ്പോൾ ചെവികളെ സ്പർശിക്കണമേ. കർത്താവിനെ കണ്ടെത്തറിയട്ടെ ഈശോയെ. പലതരത്തിലുള്ള ആന്തരികമായ സംഘർഷത്താൽ മുടി കൊഴിയുന്നവർ കർത്താവെ, പലതരത്തിലുള്ള ശാരീരികമായ തളർച്ച ഉണ്ടാകുന്ന കർത്താവെ, വാദ്യ രോഗികൾ ഈശോയെ,
കൈകാലം തളർന്ന കർത്താവേ, മനസ്സിടിഞ്ഞ ഒരു കർത്താവേ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത കർത്താവേ, ഒരിടത്തും പോകാൻ താല്പര്യമില്ലാത്ത കർത്താവേ, മരവിച്ച് കർത്താവേ, വീടുകൾ അകപ്പെട്ടു പോയവര്, ഇരുന്നു പോയവര് എല്ലാം നിന്ന് കർത്താവേ, നിരാശ ജീവിക്കുന്നവരുടെ എല്ലാം കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ സ്നേഹം നിറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവിന്റെ സത്യം നോക്കട്ടെ, കർത്താവിന്റെ കൃപ ചെറിയട്ടെ, കർത്താവിന്റെ പ്രത്യാശ നിറയട്ടെ. ഈ നിമിഷം കർത്താവ് കല്ലുകൾ ദൈവത്തിന്റെ ശക്തി, കല്ലുകൾ ജീവൻ ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ ശക്തി കർത്താവേ എല്ലാവർക്കും അഭിഷേകമായി ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ഉച്ചത്തിൽ ശ്രദ്ധിക്കട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ അഭിഷേകത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.